സൈഫുദ്ദീൻ മലയോര ഹൈവേക്കായി പണിത കലുങ്കുകൾ വനവകുപ്പ് അധികൃതരെ തകർത്തതിൽ പ്രതിഷേധിച്ച് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി നടത്തുന്ന നിരാഹാരം 5-ാം ദിവസത്തിൽ കടന്നതോടുകൂടിയാണ് മലയോര വികസന സമിതിയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇന്നലെ രാത്രി 12 മണിക്ക് ആരംഭിച്ച ഹർത്താൽ ഇപ്പോഴും തുടരുകയാണ്. നേര്യമംഗലത്തെ കൊച്ചി ധനുഷ്കോടി പാത സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുകയുണ്ടായി. അതൊഴിച്ചു കഴിഞ്ഞാൽ ജില്ലയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെയില്ല, വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലില്ല. അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ജില്ലയിൽ പിണറായി വിജയൻ എത്തുന്നുണ്ട്. LDF കൺവീനറായ വൈക്കം വിഷ്ണു എത്തുന്നുണ്ട്. LDF നേതാക്കളായ ഉഴവൂർ വിഷ്ണു തുടങ്ങിയവർ സമരപ്പന്തൽ നേര്യമംഗലത്ത് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നിരാഹാരം ഇരിക്കുന്ന സമരപ്പന്തലിൽ എത്തി ജോയ്സ് ജോർജിനെ സന്ദർശിക്കുന്നുണ്ട്. അതിനിടയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ജോയ്സ് ജോർജുമായി ഈ പ്രശ്നത്തിന് പരിഹാരത്തിന് ചർച്ചയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. തനിക്ക് മന്ത്രിയുമായി ചർച്ച നടത്താൻ യാതൊരു എതിർപ്പുമില്ല എന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിരാഹാര സമരത്തിന് LDFന്റെ പിന്തുണയുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ പിന്തുണയുണ്ട്. കോൺഗ്രസ് ഒഴിച്ചുള്ള സംഘടനയുടെ എല്ലാം പിന്തുണ ഈ നിരാഹാര സമരത്തിനുണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഈ സമരം നീട്ടിക്കൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചർച്ച അലസിപ്പിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലാക്കാനുള്ളൊരു നീക്കവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമരം നീണ്ടുപോവുകയാണെങ്കിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി നാളെ ഈ നേര്യമംഗലം ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തും. അതോടൊപ്പം തന്നെ കൊച്ചി ധനുഷ്കോടി പാതയിലേക്ക്